പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ചത്ത പച്ച എന്ന WWE ബേസ് ചെയ്തിട്ടുള്ള മലയാളത്തിലെ ആദ്യ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കൂടാതെ നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ പ്രിവ്യൂവും കൂടി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആദ്യ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ചത്ത പച്ച, നിങ്ങളിൽ പലരും ഈ ഒരു സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. മെഗാസ്റ്റാർ, നമ്മുടെ ഒക്കെ ഇഷ്ടതാരമായ മമ്മൂക്കയും കൂടി ഭാഗമായിട്ടുള്ള ഒരു ക്യാമിയോ റോളിലൊക്കെ വരുന്ന ചത്ത പച്ച എന്ന് പറയുന്ന സിനിമ ജനുവരി മാസത്തിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു അപ്ഡേറ്റ് കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ചത്ത പച്ചയുടെ അണിയറ പ്രവർത്തകർ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് അവർ ഇന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. ജനുവരി 22 നമുക്ക് ചത്ത പച്ച തിയേറ്ററുകളിലൂടെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അവരുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ WWE ബേസ് ചെയ്തുകൊണ്ട് ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറയുന്ന സിനിമ എന്താണ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് ജനുവരി 22 തന്നെ കണ്ടറിയാം. നിങ്ങളിൽ എത്ര പേര് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ പ്രിവ്യൂ ആണ്. നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കുറച്ചധികം നാളുകൾക്ക് ശേഷം വീണ്ടും 3 മണിക്കൂർ ഫോർമാറ്റിലേക്ക് മാറുകയാണ്. 2026 ആദ്യ എപ്പിസോഡോടുകൂടി 3 മണിക്കൂറിലേക്ക് മാറാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കിടിലൻ മത്സരങ്ങൾ ഇതിനോടകം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഒരു ഓൾ സ്റ്റാർ വുമൺസ് ടാഗ് ടീം മത്സരമാണ്. അതായത് ഷാർലറ്റ് ഫ്ലെയർ, റിയ റിപ്ലി, ഇയോ സ്കൈ, അലക്സിയ ബ്ലിസ് തുടങ്ങിയവരുടെ 4-അംഗ ടീം നിലവിലെ വുമൺസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ കബൂക്കി വാരിയേഴ്സ്, ആസ്ക, കൈറി സെയിൻ, നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയ 4-അംഗ ടീമിനെതിരെ കളിക്കുന്ന ഒരു ഓൾ സ്റ്റാർ 8 വുമൺ ടാഗ് ടീം മത്സരം. ഇതുകൂടാതെ നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റ് സാധ്യത കൂടുതലുള്ള ഒരു മത്സരം ഒരു ആംബുലൻസ് മാച്ചാണ്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് മെയിൻ റോസ്റ്ററിൽ വെച്ച് ഒരു ആംബുലൻസ് മാച്ച് നടക്കുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷ ആരാധകർക്ക് ഈ ഒരു മത്സരത്തിൽ ഉണ്ട്. ഡാമിൻ പ്രീസ്റ്റും അലിസ്റ്റർ ബ്ലാക്കും തമ്മിലുള്ള മത്സരമാണ്. ഇവരുടെ ഈ ഒരു റൈവലറി അവസാനിക്കാൻ പോകുന്നതും ഈ ഒരു ആംബുലൻസ് മാച്ചോടെ ആയിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ആർക്ക് പ്രതികൂലമായിട്ടായിരിക്കും ഈ മത്സരത്തിൻ്റെ റിസൾട്ട്, മത്സരത്തിലെ ഇവരുടെ പ്രകടനം എത്രത്തോളം ഒരു ഹാർഡ് കോർ ലെവലിലേക്ക് ഈ ഒരു മത്സരം പോകും എന്നുള്ളത് തന്നെയാണ് മത്സരം കാണാനുള്ള ഒരു ആവേശം വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കാൻ പോകുന്ന എറീന പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് അപ്ഡേറ്റ് പ്രകാരം ദ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന മുൻ ടാഗ് ടീം ചാമ്പ്യന്മാരുടെ ഒരു റിട്ടേൺ നമുക്ക് സ്മാക്ഡൗണിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 2 മാസങ്ങളായിട്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ടീമിനെ നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു സർപ്രൈസ് റിട്ടേൺ നടത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിലേക്ക് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് കടന്നു വരുമ്പോൾ എന്നുള്ളത് നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ട് തന്നെ അറിയേണ്ടതാണ്. റാൻഡി ഓർട്ടൺ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള മറ്റൊരു സംശയം. നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടനെ നിലവിൽ അഡ്വർടൈസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത്. ഇനി മറ്റ് ടോപ്പ് സൂപ്പർ സ്റ്റാർസ് കോഡി റോഡ്സ്, ഡ്രൂ മാക്കിൻഡയർ തുടങ്ങിയവരൊക്കെ അപ്പിയറൻസ് നടത്തുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. നാളത്തെ ഒരു നല്ലൊരു സ്മാക്ഡൗൺ എപ്പിസോഡ് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.